രാഹുലിന്റെ പുറത്താക്കലിന് പിന്നാലെ കോൺഗ്രസിൽ ഷാഫി പറമ്പിലിനെതിരെ പടയൊരുക്കമാണ്. സെലിബ്രിറ്റി രാഷ്ട്രീയക്കാർ കൃത്രിമമായി നിർമ്മിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ യാഥാർത്ഥ്യങ്ങളുടെയും പ്രസ്ഥാന മൂല്യങ്ങളുടെയും വില കുറഞ്ഞിരിക്കുകയാണെന്നും മാത്യു കുഴൽനാടൻ MLA പ്രതികരിച്ചു. അറിയാതെ വളർത്തിയവർ തിരുത്തി, അറിഞ്ഞു വളർത്തിയവർ തിരുത്തേണ്ട ഘട്ടത്തിലും മിണ്ടാതിരുന്നത് പ്രശ്നത്തെ അസ്വാഭാവികമായി വളർത്തിയെന്നും മാത്യു കുഴൽനാടൻ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഷാഫി പറമ്പിലിന് ഒളിയമ്പെയ്താണ് മാത്യുവിന്റെ പരാമർശം. മറ്റു കോൺഗ്രസ് നേതാക്കളും സമാന രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങളാണ് നടത്തുന്നത്. ഷാഫി രാഹുൽ കൂട്ടുകെട്ടിനെതിരെ കോൺഗ്രസിൽ കടുത്ത എതിർപ്പുണ്ടായിട്ടും അതിനെയെല്ലാം അതിജീവിച്ചായിരുന്നു ഇരുവരും പാർട്ടിയിൽ ശക്തരായത്. ഒടുവിൽ പാർട്ടി രാഹുലിനെ പുറത്താക്കുമ്പോൾ പാർട്ടി വഴിയുണ്ടായ ബന്ധം മാത്രമേ രാഹുലുമായുള്ളൂ എന്നായിരുന്നു ഷാഫി പറയുന്നത്. മാങ്കൂട്ടവുമായി ഉണ്ടായിരുന്ന സൗഹൃദത്തെ ഞാൻ പൊളിറ്റിക്സിലേക്ക് കൊണ്ടുവന്നിട്ടില്ല എന്നും പാർട്ടി വഴിയുണ്ടായ ബന്ധം മാത്രമാണ് രാഹുലുമായി ഉള്ളതെന്നുമായിരുന്നു ഷാഫിയുടെ ഭാഷ്യം. പുതിയ തലമുറയിലെ ആളുകൾ പാർട്ടിയിൽ വളർന്നു വരുമ്പോൾ അവരെ സംഘടനാപരമായി സപ്പോർട്ട് ചെയ്യേണ്ട ചുമതല ഞങ്ങൾക്കുണ്ടെന്നും അതാണ് ചെയ്തതെന്നും ഷാഫി പറയുന്നു. 2 ദിവസം മുൻപ് ഷാഫി പ്രതികരിച്ചപ്പോൾ പോലും രാഹുലിനെ പൂർണ്ണമായും തള്ളിപ്പറയാൻ തയ്യാറായിരുന്നില്ല എന്നതാണ് ഇപ്പോൾ പറഞ്ഞ ന്യായം ശ്രദ്ധിക്കപ്പെടാൻ കാരണം. രാഹുലിനെ അവസാന നിമിഷം വരെ സംരക്ഷിക്കാൻ ഷാഫിയും കൂട്ടരും ശ്രമിച്ചു എന്നാണ് കോൺഗ്രസിൽ നിന്ന് പോലും പുറത്തുവരുന്ന റിപ്പോർട്ടുകളിലുള്ളത്. ഷാഫി പറമ്പിലിന്റെ ഏറ്റവും അടുത്തയാൾ എന്ന നിലയിലാണ് രാഹുൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനെത്തിയത്. രാഹുലിനെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ മറികടന്ന് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തെത്തിച്ചതും ഷാഫി തന്നെ. ലൈംഗികാരോപണം ഉയർന്നതിനെ തുടർന്ന് വീട്ടിൽ അടച്ചുപൂട്ടിയിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാലക്കാട് എത്തിച്ചതും വീണ്ടും സജീവമാക്കിയതും ഷാഫി പറമ്പിലായിരുന്നു. പാർട്ടിക്കുള്ളിൽ ഏറെക്കുറെ ഒറ്റപ്പെട്ട രാഹുലിനെ സംരക്ഷിച്ചു നിർത്താൻ ആദ്യം മുതൽ ഷാഫി ശ്രമിച്ചിരുന്നു. എന്നാൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ശക്തമായ നിലപാടെടുത്തതോടെയാണ് സസ്പെൻഷനായതും പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതും. നിയമസഭയിൽ പ്രത്യേക ബ്ലോക്ക് ആക്കിയിട്ടും പ്രതിപക്ഷ നേതാവ് എതിർത്തിട്ടും നിയമസഭയിലേക്ക് രാഹുൽ വന്നതും ഷാഫിയുടെ പിന്തുണ കൊണ്ടായിരുന്നു എന്നാണ് കോൺഗ്രസിലെ പൊതുവികാരം. പതിയെ രാഹുലിനെ പാലക്കാട് ഇറക്കാനും DCCയിലെ എതിർപ്പുകൾ അലിയിച്ചു കളയാനും ഈ ഗ്രൂപ്പിന് കഴിഞ്ഞു. ഇതിന്റെ ഫലമായി പാലക്കാട്ടെ സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം സജീവമായി രാഹുൽ ഇടപെട്ടു. രാഹുലിനൊപ്പം നിന്നവർക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകി. അവരുടെ സജീവ പ്രചരണത്തിനും രാഹുൽ എത്തി. എതിർപ്പുള്ള നേതാക്കളെ സൈബർ ഇടങ്ങളിൽ നേരിടാൻ ഒരു സംഘത്തെ തന്നെ രാഹുലും സംഘവും ഇറക്കി. രാഹുൽ ഇത്രയും സജീവമായി കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുന്നതിൽ പാർട്ടി എതിർത്തത് ഷാഫിയുടെ സംരക്ഷണത്തിൽ വിലപ്പോയില്ല. ഷാഫി രാഹുൽ കൂട്ടുകെട്ട് ഫലം കണ്ടു തുടങ്ങുന്ന സമയത്താണ് പെൺകുട്ടിയെ ഗർഭിണിയാക്കാനും അബോർഷനും നിർബന്ധിക്കുന്ന സന്ദേശങ്ങൾ പുറത്തു വന്നത്. പിന്നാലെ യുവതി പരാതിയും നൽകി. ഇതോടെ പാർട്ടിക്കുള്ളിൽ രാഹുലിനെതിരെ ശക്തമായ എതിർപ്പ് ഉയർന്നു. രാഹുലിന് ഒളിവിൽ പോകേണ്ടി വന്നതും പിന്നീട് പാർട്ടി പുറത്താക്കിയതും ഷാഫി ഒതുക്കാൻ കാത്തുനിന്നവർക്ക് അവസരമായി.